നരേന്ദ്രയുഗത്തിൻ്റെ 74 വർഷങ്ങൾ. വടക്കു കിഴക്കൻ ഗുജറാത്തിലെ വഡ്നഗർ എന്ന ചെറുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ ഭാരതം എന്ന മഹത്തായ രാഷ്ട്രത്തെ പരം വൈഭവത്തിൽ എത്തിക്കാൻ മാത്രം അവതാരമെടുത്ത മഹാമനീഷിയാണെന്ന് തോന്നിച്ചാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായും ഭാരതത്തിൻ്റെ പ്രധാന സേവകനായും ഒക്കെ നരേന്ദ്രമോദി കുപ്പായമിട്ടെങ്കിലും ജീവിത ലക്ഷ്യം രാഷ്ട്രത്തിൻ്റെ സമ്പൽ സമൃദ്ധി തന്നെയാണ്. പ്രധാനമന്ത്രി പദത്തിലിരുന്ന് പലരും നമ്മെ നയിച്ചു. ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെ. അടൽ ബിഹാരി വാജ്പേയി എന്ന കർമ്മയോഗിയുടെ കാലം മാറ്റി നിർത്തിയാൽ ഭാരതമെന്നും ഭാരതീയരെന്നും ശിരസുയർത്തി പറയാൻ 140 കോടി ജനങ്ങൾക്കും ഊർജം പകർന്ന പ്രഭവ കേന്ദ്രം നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റതു മുതലാണ് ഭാരതത്തിന്റെ പരിവർത്തന കാലം ആരംഭിച്ചത്. രാജ്യത്തെ പട്ടിണി ചൂണ്ടിക്കാട്ടി പരിഹസിച്ച ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഇന്ന് എല്ലാ അർത്ഥത്തിലും അജയ്യരാണ് നാം. മഹാമാരി കാലത്ത് ലോക ജനതയ്ക്ക് മുന്നിൽ ഭാരതത്തിന് ധന്വന്തരി മൂർത്തി രൂപത്തിൽ അവതരിച്ച് വൈദ്യസഹായങ്ങൾ നൽകാനായതും നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി മാത്രമാണ്. ലോകരാഷ്ട്രങ്ങൾക്കിന്ന് ഭാരതം മാറ്റി നിർത്താനാകാത്ത സുഹൃത്താണ്. മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്കും കൗരവർക്കുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന പോലെ റഷ്യയും ഉക്രൈനും തമ്മിൽ കലഹിക്കുമ്പോൾ വസുദൈവ കുടുംബകം എന്ന വേദമന്ത്രം ഉരുവിട്ട നരേന്ദ്രമോദിയെ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കാൻ നിയോഗിച്ചതും കാലചക്രം തന്നെയാണ്. ശാരീരികമായി പല അക്രമങ്ങളെയും നേരിട്ടിട്ടുണ്ട്. മാനസികമായി അതിലേറെയും. പ്രതിപക്ഷം തൊടുക്കുന്ന ആരോപണ ശരങ്ങളൊന്നും ആ ശരീരത്തെയോ മനസ്സിനെയോ തളർത്തിയിട്ടില്ല. ധർമ്മത്തിലൂന്നിയ ആ ചിന്തകളും പ്രവൃത്തികളും എന്നും ഈ രാഷ്ട്രത്തിനുപരി ലോകത്തിനാകെ മുതൽക്കൂട്ടാണ്. നരേന്ദ്രന്റെ തേരോട്ടങ്ങൾ ഇവിടെ നിലയ്ക്കുന്നില്ല. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ, ജനം.